ഹായ് ഡേ ഇസ്ലാമിക് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ അതിപ്രശസ്തമായ ഭീമാപള്ളി സന്ദർശിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. തിരുവനന്തപുരത്ത് വേറൊരു ആവശ്യത്തിന് വരേണ്ട കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്നപ്പം ജസ്റ്റ് ഇവിടെയും കൂടെ ഒന്ന് വന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി കേട്ടോ. അപ്പം നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. പണ്ട് കുട്ടിക്കാലത്ത് ഇവിടെ വരുമ്പം ഇത് ഇങ്ങനെയൊന്നല്ലായിരുന്നു കേട്ടോ. ഇതിൻ്റെ പരിസരവും ഒന്നും ഇങ്ങനെ അല്ലായിരുന്നു. ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല പാർക്കിംഗ് സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനോട് തൊട്ടടുത്തൊരു ബീച്ചും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് എവിടെയെന്നുള്ളത് എനിക്കും വലിയൊരു ഐഡിയ ഇല്ല. എന്തായാലും നമുക്ക് ഭീമാപ്പള്ളിയൊക്കെ സന്ദർശിച്ചതിന് ശേഷം അവിടെയും കൂടെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ നേരെ വന്നു നമ്മളിവിടെ ഗ്രൗണ്ടിൽ വണ്ടി പാർക്ക് ചെയ്തിട്ടോ. നല്ല വെയിലുണ്ടായിരുന്നു. ഏകദേശം ഒരു ഈവനിങ് ടൈമൊക്കെ തന്നെയാണ്, പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ വെയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി വടായൊക്കെ വിട്ടിട്ട് നമുക്ക് നേരെ എന്താക്കാം, ഈ പള്ളിയുമായി ബന്ധപ്പെട്ട കുറച്ച് ചരിത്രങ്ങൾ നോക്കിയാലോ. ഏകദേശം 500 വർഷത്തോളം പഴക്കമുണ്ട് നമ്മുടെ ഭീമാപള്ളിയിലേക്ക്. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പരയിൽപ്പെട്ട അറേബ്യയിൽ നിന്നെത്തിയ സൈനത്തുന്നീസ ബീവിയും അതുപോലെ മകനായ സയ്യിദ് ഷഹീദ് മാഹിൻ അബൂബക്കർ, ഈ 2 പേരുടെയും ഖബറാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഇസ്ലാമിക പ്രബോധനവുമായി അറേബ്യയിൽ നിന്നെത്തിയ ഭീമാ ബീവിയും മകനും നമ്മുടെ കേരളത്തിലെത്തുകയും കേരളത്തിൽ നമ്മുടെ തിരുവനന്തപുരത്ത് തിരുവല്ല എന്ന ദേശത്ത് താമസിച്ചു വരികയായിരുന്നു കേട്ടോ. അവിടെ ആതുര സേവനങ്ങളും മറ്റ് സാമൂഹിക പ്രവർത്തനങ്ങളുമായി ഇവർ 2 പേരും സജീവമായിരുന്നു. ഇവർ 2 പേരും നല്ല വൈദ്യന്മാരായിരുന്നു കേട്ടോ. അപ്പം നമ്മളെ ഒരുപാട് അസുഖങ്ങൾക്ക് ഒരുപാട് ആളുകൾ ഇവരുടെ അടുത്ത് വന്നിട്ട് ചികിത്സയും കാര്യങ്ങളൊക്കെ തേടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവരുടെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ മറ്റ് ആതുര സേവനങ്ങളൊക്കെ കണ്ടിട്ട് ആകർഷ്ടരായിട്ട് ഒരുപാട് ആൾക്കാർ അന്നത്തെ കാലത്ത് നമ്മളെ ഇസ്ലാം മതത്തിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ കുബ്ധരായിട്ട് അന്നത്തെ തിരുവിതാംകൂർ രാജാക്കന്മാർ, പുറത്തുനിന്നുള്ള ആൾക്കാർ ഇവിടെ വന്ന് നിൽക്കണം എന്നുണ്ടെങ്കിൽ കരടക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ അവസാനത്തിലാണ് ഇവരുടെ മകൻ മരണപ്പെടുന്നത് കേട്ടോ. മകൻ മരണപ്പെട്ട് 41-ാം ദിവസം തന്നെ ഭീമാബീവി മരണപ്പെട്ടു. ഭീമാബീവിയുടെ പേരിൻ്റെ ഇതിലാണ് ഇവിടെ ഭീമാപള്ളി എന്നുള്ളൊരു പേര് ഈ പള്ളിയിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ നമ്മളെ മരുന്ന് കിണറാണിത്. പണ്ടൊന്നും ഇത് ഇങ്ങനെ അല്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു 3 കിണർ കാണുന്നുണ്ട്. ഇതിൽ ഏതാ മരുന്ന് കിണർ എന്നുള്ളത് വലിയൊരു ഐഡിയ എനിക്കും ഇല്ല കേട്ടോ. അതുകൊണ്ട് ഞാനും അങ്ങനെ കറക്റ്റായിട്ട് പറഞ്ഞു തരാനുള്ളൊരു ഇത് എനിക്കുമില്ല. ഇവിടുത്തെ ഏറ്റവും വലിയ ആഘോഷം എന്ന് പറഞ്ഞത് 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഭീമാപള്ളിയിലെ ഉറൂസാട്ടോ. അപ്പോൾ അവിടുത്തെ നമ്മളെ മൈതാനം കാര്യങ്ങളൊക്കെ നിറച്ച് ആളുകളെ കൊണ്ട് നിറയും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നമ്മൾ ഭീമാപള്ളിയൊക്കെ സന്ദർശിച്ച് നേരെ തൊട്ടടുത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് അവിടെ നിന്ന് പോകാനുണ്ട്. നമ്മൾ നേരെ ബീച്ചിൽ വന്ന് കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.